ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ ഗൈസ്, ഇന്ന് നമുക്ക് നമ്മുടെ IELTS-ൻ്റെ എന്ന് വെച്ചാൽ IELTS-ൻ്റെ നമുക്ക് ലിസണിങ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് എക്സാം ആണ്. സോ നമ്മുടെ സ്പീക്കിംഗ് നേരത്തെ കഴിഞ്ഞിട്ടായിരുന്നു. സോ അതിൽ ഞാൻ ഒരു ഇംഗ്ലീഷ് വ്ളോഗ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഡു വാച്ച് ഇറ്റ് ഔട്ട്. സോ നമ്മൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. സോ നമുക്ക് എന്തായാലും ആലുവ മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്ന് MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ ഇമ്പറൽ ട്രേഡ് സെൻറ്ററിലാണ് നമുക്ക് എക്സാം ഉള്ളത്. സോ എന്തായാലും നമുക്കിനി ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാം. MG റോഡ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മുടെ ലൊക്കേഷൻ ഇവിടെയാണോ എന്നെ ഈ ഇമ്പറൽ ട്രേഡ് സെൻറ്ററിലാണ് നമുക്ക് എക്സാം ഉള്ളത്. സോ നമ്മൾ കുറച്ച് നേരത്തെ ആയതുകൊണ്ട് നമ്മളിനിപ്പോൾ കുറച്ച് ഫുഡൊന്നും അടിച്ചിട്ട് കയറാമെന്ന് വിചാരിക്കണം. സോ ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മളങ്ങനെ നമ്മുടെ IELTS WRL കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. നമ്മുടെ റൈറ്റിംഗ്, റീഡിങ് ആൻഡ് ലിസണിങ് ടെസ്റ്റും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്പീക്കിംഗ് ഓൾറെഡി നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ നമ്മുടെ റൈറ്റിങ്ങും റീഡിങ്ങും ലിസണിങ് കഴിഞ്ഞിട്ടുണ്ട്. സോ റൈറ്റിംഗ് കുറച്ച് പാടായിരുന്നു എന്ന് വെച്ചാൽ എൻ്റെ വൊക്കാബുലറി ഭയങ്കര വീക്കാണ്. അതുകൊണ്ട് പറ്റാവുന്ന മാക്സിമം ഞാൻ കുറച്ച് നോക്കി വെച്ചിട്ടുള്ള വൊക്കാബുലറി ഒക്കെ വെച്ച് തട്ടി വിട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഈസി ആയിരുന്നു, അത്ര ഭയങ്കര ടഫ് ഒന്നും ആയിരുന്നില്ല. പക്ഷേ വൊക്കാബുലറിയുടെ എൻ്റെ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കൊരു 6.5 ഒക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അതിലും കൂടുതൽ കിട്ടാനുള്ള പോസിബിലിറ്റി ഭയങ്കര കുറവാണ്. പിന്നെ റീഡിംഗ് ആണെങ്കിൽ റീഡിംഗ് അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഒരു 6.5 അബവ് എന്തായാലും കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അബവ് 6.5 കിട്ടും എന്നുള്ളത് 100% ഷുവറാണ്. സോ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. വലിയ സീൻ ഉണ്ടായില്ല, അധികം ഒന്നും തെറ്റിയിട്ടില്ല. ആകെ ട്രൂ ഓർ ഫോൾസ് നോട്ട് ഗിവൻ മാത്രമാണ് എനിക്ക് ഡൗട്ടുള്ളൂ, ബാക്കിയൊക്കെ കറക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമ്മുടെ ലിസണിങ് ആണെങ്കിൽ ക്വൈറ്റ് ഈസി ആയിരുന്നു. എനിക്ക് ആകെ ഒരു പോർഷൻ മാത്രമേ എൻ്റെ ശ്രദ്ധ ചെറുതായിട്ട് പോയി, അതുകൊണ്ട് 2 ആൻസർ തെറ്റിപ്പോയെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അത് മാത്രമേ എൻ്റെ ഡൗട്ടുള്ളൂ. സോ അതും കൂടിയും സെറ്റ് ആവുകയാണെങ്കിൽ 9 കിട്ടും, അല്ലെങ്കിൽ ഒരു 8 അബവ് ബാൻഡ് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ എന്തായാലും നോക്കാം, ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. സോ എന്തായാലും റിസൾട്ട് അടുത്ത ആഴ്ച കുറച്ച് ദിവസം കഴിയുമ്പോൾ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് നോക്കാം. ആൻഡ് അത്ര ഭയങ്കര സീനായിട്ട് ഉള്ള സംഭവം ഒന്നല്ല IELTS എക്സാം. നിങ്ങൾ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നേടിയെടുക്കാവുന്നതുള്ളൂ. സോ എന്തായാലും റിസൾട്ട് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഇത്തരം നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.